ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഷബാനാസ് കിച്ചൻ്റെ ഓണാശംസകൾ. ഞങ്ങളൊരു സർപ്രൈസുമായിട്ട് ഇപ്പോൾ വന്നേക്കുന്നത്, അതിൻ്റെ വിശേഷങ്ങൾ ഷബാന പറയുന്നതായിരിക്കും. ഷബാന കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, അതായത് ഒരു മാസത്തോളമായി വീഡിയോയുടെ കാര്യങ്ങളൊക്കെ വന്നിട്ട്, അപ്പോൾ ആളുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഉയർത്തെഴുന്നേൽപ്പോടുകൂടിയാണ് വന്നേക്കണേ. ഷബാന തുടങ്ങിക്കോ. പിന്നെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം പനിയായി കിടന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പം എത്ര കാലം പാചകം ചെയ്യണത് നമ്മുടെ ഒരു ചെറിയൊരു യൂണിറ്റിലാണ്, നമ്മുടെ വീട്ടിലത്തെ കിച്ചണിലാണ്. ആ കിച്ചണിലുള്ള പരിമിതികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കെല്ലാ ചെറിയൊരു കിച്ചണാണ്. അതിൽ നമ്മൾ പഴയ വീഡിയോസുകൾ, പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുമ്പോൾ, പുതിയ ആൾക്കാർക്ക് അറിയില്ല, പഴയ ആൾക്കാർക്ക് കാണുമ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ, അത് എങ്ങനെ അത്രയെന്ന്. അപ്പോൾ എനിക്ക് എന്തൊരു വിഷമമായിരുന്നു. നല്ല ഒരു ഇതായിട്ട് എങ്ങനെ പറയാ, ഒരു ക്യൂട്ടായിട്ടൊക്കെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ക്യൂട്ടാന്നൊരു ഇതായിട്ട് അത് അങ്ങനെ കാണിക്കണം. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തീം വന്നു, അത് ഞാൻ സഫലമാക്കി. ലഡ്ഡു പൊട്ടി. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഒരു 10 ദിവസം, ഒരു 5-6 ദിവസമൊക്കെ ആയിട്ട് ചെയ്യണം. പിന്നെ നമ്മളെ പഴയ വീഡിയോസിലുണ്ടാകുന്ന കിച്ചണും റോഡും അടുത്താണ്, അപ്പോൾ അതിൽ സൗണ്ടുകൾ കാര്യങ്ങൾ ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല എൻ്റെ പാചകം എല്ലാവരും കഴിച്ചവർ ഇഷ്ടമാണ്, ഫുഡ് കഴിച്ചവർക്ക്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കാറുണ്ട്, പിന്നെ ഇതെന്താ റെസിപ്പി. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഇത് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഇങ്ങനെ അയച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ റെസിപ്പി വരാനുണ്ട്, ഞാൻ കുറച്ച് വെയിറ്റിങ്ങിലാണ്. അതെല്ലാവരും റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്. അത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഒരു പുതിയ സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അതിൽ വരട്ടെ. പിന്നെ കുറച്ചും കൂടി ഒരു വാച്ചിങ് ടൈം ഇതൊക്കെ ആവട്ടെ, സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുമ്പോൾ അതിടുമ്പോൾ എനിക്കൊരു എന്തായാലും ഒരു ഇതാവല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ വെയിറ്റിങ്ങിൽ വെച്ചിരിക്കണേ. ഒരു കുറച്ചും കൂടി ഒരു ഇതിലേക്ക് എത്തല്ലോ എന്നിട്ടാണ് ഇരിക്കുന്നത്. കട്ട്. അപ്പോൾ നമ്മുടെ സർപ്രൈസ് ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടാ മച്ചാ. എൻ്റെ ആഗ്രഹമാണ് നല്ലൊരു ക്യൂട്ടായിട്ട് കിച്ചൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ വേണ്ടത്, പാല് കാച്ചാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് പാല് എടുത്തിട്ട് വരാം. ഈ പാല് കാച്ചിയത് കൊണ്ട് റെസിപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മള്. അപ്പൊ നമ്മള് പാല് കാച്ചാൻ പോവാണ് കേട്ടാ. നമ്മുടെ ക്യൂട്ട് കിച്ചണിലേക്ക് പാല് കാച്ചാൻ പോവാണ്. ഈ പാല് കാച്ചിയിട്ട് ഇതിലൊരു റെസിപ്പി, സിമ്പിളായിട്ട് റെസിപ്പി ഞാൻ തയ്യാറാക്കുകയാണ്. അത് എല്ലാവരും ചെയ്യുന്ന റെസിപ്പിയാണ്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമൊക്കെ ആയിട്ട് ഇനി വരും കേട്ടോ മച്ചാ. അപ്പോൾ പാല് നമുക്ക് ഫുള്ളിൽ വയ്ക്കാം. 2 പാക്കറ്റ്. അപ്പോൾ ഷബാനാസ് കിച്ചൻ്റെ പുതിയ കിച്ചണിൽ ഷബാനയായിട്ട് ക്രിയേറ്റ് ചെയ്ത കിച്ചണിൽ ഒരു ചെറിയൊരു കിച്ചൺ സെറ്റ് ആക്കാം. തിരുവോണനാള്, വെള്ളിയാഴ്ച തിരുവോണനാളിലാണ് തിരുവോണനാള് ദിവസം എല്ലാം കൂടിയായിട്ട് വെള്ളിയാഴ്ച പ്രയറും കഴിഞ്ഞ് വന്ന ശേഷം എല്ലാം കൂടിയിട്ട് പാല് കാച്ചൽ ചടങ്ങ് നടക്കുകയാണ്. പിന്നെ ഞാൻ പറയാ, ഇത് ചെറിയൊരു നമ്മളിങ്ങനെ 3 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 പാക്കറ്റ് പാലിലാണ് ചെയ്യാൻ പോകുന്നത്. ഒക്കെ സർപ്രൈസ് ആയിട്ടാ. സർപ്രൈസ്, അത് ചെറിയ റെസിപ്പിയാണ്, സിമ്പിൾ റെസിപ്പി. അപ്പോൾ പാല് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് പോകണ്ട. നമ്മുടെ പുതിയ അടുപ്പാണ്. പുതിയ അടുപ്പ് എങ്ങനെ കിട്ടി? നമുക്ക് നല്ലൊരു ഓഫറിൽ കിട്ടിയില്ല. ഞാൻ ആഗ്രഹിച്ച സാധനമായിരുന്നു. ഓണോ ഞാനിങ്ങനെ 2-3 സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ്. അങ്ങനെ ഞാനൊരു പെട്ടെന്നൊരു കടയ്ക്ക് പോയപ്പോൾ എന്താണെന്ന് അറിയോ, നല്ല ലക്കിയിൽ എനിക്ക് പിന്നെ ഒരു ഈ അടുപ്പ് കിട്ടി. എത്ര വളരെ നിസ്സാരം, എത്ര രൂപ പറയാം, അങ്ങനെ പറയാൻ പാടില്ല. ഒരു ബ്രാൻഡ് നെയിം ബ്രാൻഡ് ആയതുകൊണ്ട് അങ്ങനെ പറയണ്ട കേട്ടാ. അപ്പൊ തിളക്കട്ടെ കേട്ടോ മച്ചാ. അപ്പോൾ നമ്മുടെ പാല് പെട്ടെന്ന് തിളച്ചു കേട്ടാ. പാലൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് നല്ല വറുത്തെടുത്ത സേമിയ. വറുത്തെടുത്ത സേമിയ എന്താണ് പറയുക മെച്ചെടുക്കാൻ കാരണം, ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്.
നല്ല ഭംഗി ഒരേ കളറിൽ നമുക്ക് ഈ സേമിയ പായസം എന്താ കൊടുക്കുമ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വന്ന് നല്ലൊരു ഭംഗിയാണ് കാണാൻ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പല കളറായിട്ടാവും കിട്ടുക. അതുമായിട്ട് നമ്മളത് ക്ഷമയോടെ ചെയ്തെടുത്താൽ മതി. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണിച്ചര ഈക്വലായിരിക്കും കളറ്. റോസ്റ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. പിന്നെ ഇത് റോസ്റ്റ് ഒരു പശപശപ്പ് ഉണ്ടാവില്ല. ഈ സേമിയയ്ക്ക് ഒരു പശപശപ്പ് ഉണ്ടാവില്ല. മറ്റേത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും വേവാവണില്ലല്ലോ. അപ്പോൾ വേഗം കട്ടി പിടിക്കും, അതൊരു പശപശപ്പായിരിക്കും. അപ്പോൾ കുറച്ച് 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. അപ്പോൾ ഞാൻ ഒരു പകുതിയോളം ഉണ്ട് കേട്ടോ. തിക്ക് വേണ്ട, അത് 3 പാക്കറ്റ് പാലിലല്ലേ ചെയ്യണത്. നമുക്കിത് കുറച്ച് പേർക്കൊക്കെ ഒരു മധുരം കൊടുക്കാന്നുള്ളതിലാണ് ചെയ്യണത് കേട്ടോ. ഇത് നമുക്ക് ഒന്ന് കുറുകി വരുമ്പോൾ കറക്റ്റായിരിക്കും. കുറുകി വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ സേമിയ 400 ഗ്രാം സേമിയയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. 200 ഗ്രാം എന്നുള്ളതിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ നമുക്കിപ്പോൾ പഞ്ചസാര ഇടരുത്. എല്ലാവർക്കും അറിയണതാണ്, ഒരു പാചകം ചെയ്യണവർക്ക് അറിയാം. നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ തരിക്കും സേമിയ. അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം പറഞ്ഞാൽ അറിയാമല്ലോ, പാലും കുറുകി ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഒന്ന് ലൂസാവും. അതൊരു പ്രത്യേകതയാണ്. നമുക്ക് പഞ്ചസാര ഇട്ട് വരുമ്പോൾ ഒന്ന് ലൂസാവും. പക്ഷെ നമ്മളെപ്പോഴും സേമിയം വെച്ചിറക്കണ സമയത്തും തിക്കോടെ ഇറക്കാൻ പാടില്ല. ഒരു ലൂസ് പരുവത്തിലാണ് നമ്മൾക്ക് ഇറക്കി വെക്കുന്നത്. ഇരുന്ന് കുറുകി ടൈറ്റ് അത് ഒരു ഇതാവില്ല. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം എനിക്ക് ആകുന്ന എക്സൈറ്റ്മെൻറ്റിൽ പറയാൻ കിട്ടുന്നില്ല കേട്ടോ ഓരോ കാര്യം. അപ്പം നമുക്കൊന്ന് ഇങ്ങനെ കുറുകി വരട്ടെ കേട്ടോ മച്ച. ഇനി നമ്മൾ സർപ്രൈസൊക്കെ കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ കാണിച്ചപ്പോൾ ഒക്കെ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ സർപ്രൈസിൻ്റെ നമ്മുടെ സർപ്രൈസിൻ്റെ ചെറിയൊരു ഭാഗങ്ങളായിട്ട് കാണിച്ചു തരാം കേട്ടോ. 10 പൈസ നമ്മൾ ചിലവാക്കിയിട്ടില്ല. ഇതെൻ്റെ മോൻ സെറ്റാക്കി തന്നാണ്, നാച്ചുറൽ ആയിട്ട് വെച്ചതാണ്. അങ്ങനെ ചെറുതായിട്ട് ഞാനൊരു ജനലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അടുപ്പ് പറഞ്ഞല്ലോ, ആ ഏരിയ സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഷെൽഫ് ഉണ്ടായിരുന്നു, ഇതൊന്നും യൂസ് അല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഈ ഒരു സ്ഥലം കണ്ടെത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. കുറച്ച് പാത്രങ്ങളൊക്കെ എൻ്റെ ആവശ്യ സാധനങ്ങളൊക്കെ വെച്ചു. വരാണ്ട് ഞാൻ ഒന്നും ഇതാക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചു. ഇതൊക്കെ എനിക്ക് ഓരോ ഗിഫ്റ്റായി കിട്ടിയതാണ് കേട്ടോ. ഇതെൻ്റെ ബിന്ദു മേഡം കാണുകയാണെങ്കിൽ, ഡോക്ടർ ബിന്ദു മേഡം കാണുകയാണെങ്കിൽ കമൻറ്റിലൂടെ പറയണം എനിക്ക് മേഡം തന്നതാണിത്, ഗൈനക്കോളജിസ്റ്റ്. പിന്നെ എനിക്ക് ഇത് ഈ ബോട്ടിലൊക്കെ ഇല്ലേ, അത് അടുത്തൊരു ബിന്ദു ബിജികുമാർ കണ്ടാൽ KSABയിൽ വർക്ക് ചെയ്യണം. 12 വർഷം മുമ്പ് ഞങ്ങളൊരു പർച്ചേസിങ്ങിന് പോയപ്പോൾ ഈ ഒരു ഓഫറിൽ കിട്ടിയപ്പോൾ അന്ന് മുതൽ സൂക്ഷിച്ചു വെച്ചാണ്. ഒരു ഉപയോഗം വന്നില്ല, ഇപ്പം അതാണ് ഉപയോഗം. അവളയിലുള്ളത് പൊട്ടിയിട്ടുണ്ടാവും. ബിന്ദു കമൻറ്റിലൂടെ പറയണം അത് പൊട്ടിയിട്ടുണ്ടാവും അല്ലേ. ബിന്ദുവിൻ്റെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും ഉപ്പാണല്ലോ ഒരു കിച്ചണിൽ വേണ്ടത്, അതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇതേപോലെ കയ്യിലുകളൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതെനിക്ക് എങ്ങനെ കിട്ടി, ഇത് നിൽക്കൊരു മിനിറ്റ് ഇട്ട് മച്ചാ. നമ്മുടെ പായസം ഇങ്ങനെ തന്നെയാണ് നമ്മൾ പാചകം ചെയ്യേണ്ടത്. എല്ലാം ഒരുമിച്ച് നമ്മൾ ഒരു പാചകം പറയുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യണതൊക്കെ ഇങ്ങനെ തന്നെ. പിന്നെ എനിക്ക് കിട്ടിയ സർപ്രൈസ് അല്ല, ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഓർമ്മയുണ്ട്. ഈ ഒരു ബോക്സ് ഓർമ്മയുണ്ട്. ഈ ബോക്സ് ഇതെനിക്ക് കല്യാൺ സിൽക്സ് തോന്നുന്നുണ്ട്, പിന്നെ ലക്കി ഡ്രോയിൽ കിട്ടിയതാണ്. നല്ല ഭംഗിയില്ലേ. അപ്പൊ ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിരിക്കായിരുന്നു കേട്ടാ. ഇനിയിപ്പോ നമുക്കൊക്കെ ഡിസ്പ്ലേക്കൊക്കെ വെക്കാലോ. നല്ല ഭംഗിയുണ്ടാ, കമന്റിലൂടെ പറയണം കേട്ടാ. അതാരാ വന്നു ബെല്ലടിച്ചു. അപ്പൊ നമ്മുടെ പായസം കുറുകി അല്ല നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെല്ലെ വേവണം. സേമിയ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴാണ് കണ്ട ഞാൻ പറഞ്ഞല്ലോ, നമ്മള് റോസ്റ്റഡ് ആകുമ്പോ കണ്ട ഒരേ ഇതായിട്ട്. മറ്റേത് നമ്മള് ഫ്രൈ ചെയ്യുമ്പോഴേ അല്ല കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വറക്കുമ്പോൾ അപ്പോഴും അതിങ്ങനെ പൊങ്ങി നിന്നിട്ടൊക്കെ അതായിരുന്നു. ഇനി നമുക്ക് അടുത്ത സംഭവം കാണിച്ചെടുക്കണ്ടേ. അതെ, ഇത് ഞാൻ നല്ല കോസ്റ്റ്ലി ആയിട്ടൊക്കെ നല്ല വില പിടിച്ചത് എങ്ങനെ ഉണ്ടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വില പിടിച്ച സാധനങ്ങളൊക്കെ കാണുമ്പോൾ
ഇങ്ങനെ ജീരകം ഉലുവയൊക്കെ ഇട്ടേക്കില്ലേ അത് കാണുമ്പോൾ അതിനേക്കാൾ അപ്പം അത് ഞാൻ എപ്പോഴും എടുത്തിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ അത് ഇങ്ങനെ മറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് സംഭവം റേറ്റും കുറവ്, ഇതിങ്ങനെ പെട്ടെന്ന് പോകും. ഇത് എവിടെ നിന്ന് ലൂമോന്ന് കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ ഇനി കിട്ടിയതല്ല. അപ്പൊ ഇനി ഇതിലൊക്കെ നമ്മള് സാധനങ്ങളൊക്കെ നിറയ്ക്കും. ഓരോന്ന് ജീരകം, പെരുംജീരകം, ഉലുവ അങ്ങനെയൊക്കെ. പിന്നെ അടുത്ത് അപ്പൊ നമുക്ക് 2 സാധനം മതി ഇങ്ങനെ ഇതില് കിച്ചണിലേക്ക്. ഞാൻ അത് കഴിഞ്ഞ ലുലുമോള് ഇനി അടുത്തത് ഇത് പൊട്ടിച്ചിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. പൊട്ടിച്ചിട്ടില്ല, ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഞാന് ആന്റി കേൾക്കേണ്ടത് എപ്പോഴും പറയണതാണ്. അപ്പൊ ഇത് ഇനി ഇതിൽ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ഇടും. അപ്പൊ 2 ബോക്സോടെ നമ്മുടെ കിച്ചൺ റെഡി ആയില്ലേ. പിന്നെ എനിക്കിത് കിട്ടിയത് ക്യൂട്ടായിട്ട് സാധനം. ഇതൊരു കഥയല്ലേട്ടോ വെച്ചാ ഗണപതി സിൽക്സില് ഡ്രസ് എടുക്കാൻ പോയപ്പോഴേ ഒരു ഉരുളി ഉണ്ട് അമ്മച്ചാ. എനിക്ക് ഓട്ടുരുളി ഉണ്ടോണ്ട് ഞാൻ ഉരുളിയിൽ പായസം വെക്ക. അത് ഉരുളി ഇങ്ങനെ കാണിക്കുമ്പോ ഒരു. പിന്നെ ഇത് ആന്റി ഹൗസ് വലിയ വീടൊക്കെ വെച്ച് പോകുമ്പോ ഉപേക്ഷിച്ച സാധനം ഞാൻ പുളിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. നല്ല ഭംഗിയില്ലേ എന്റെ ആന്റിയുടെ ഹൗസ് വാമിങ്ങിന്. പിന്നെ ഇത് നിഷ എന്റെ മക്കള് നിശപ്പെരുമ കൊടുത്തതാണ്. ഇങ്ങനെ അത് മലബാർകാര് ഇന്നലെ ഓണസദ്യയായിട്ട് തന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ ഇതൊക്കെ ഇല്ല, ഇതിലൊക്കെ റെസിപ്പി വരും കേട്ടോ മച്ചാ. ഇതിലൊക്കെ റെസിപ്പി വരും ഇങ്ങനെ ഓരോ സംഭവം. ഇതൊക്കെ അങ്ങനെ കണ്ടപ്പോ കുറച്ച് ദിവസം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ കിച്ചണില്. നീ വരും നമ്മൾക്ക് ഇത്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഡിസ്പ്ലേക്ക് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നെ കേട്ടോ. ഡിസ്പ്ലേക്ക് കാശ് കൊടുക്കാതെ കിട്ടുമോ? ഡിസ്പ്ലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒഴിക്കാം. 2-3 ബ്ലാക്ക് വേണമെന്നൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഞാനിത് ഒരേ ഗ്ലാസ് നമ്മുടെ ആവശ്യം ഒരേ ഗ്ലാസ്സല്ലേ ഉള്ളൂ. ജ്യൂസായിട്ട് സ്മൂത്തി കാണിക്കാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആക്കി ഞാൻ സങ്കല്പിച്ചെടുത്തൊരു കിച്ചൺ. ഇനി നിങ്ങളുടെ എല്ലാവരും സഹകരണം കൊണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സും പഴയ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും കൂട്ടായ്മ കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്താ പറയാ ഉയരങ്ങളിലേക്ക് എത്തി നല്ല കിച്ചൺ ആക്കി തരാം. നിങ്ങളുടെ കയ്യിൽ ഇത് വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് വേണം. എല്ലാരും നേരിട്ടുമ്പോ ഷബാന്റെ വീഡിയോ കണ്ട് നന്നായിട്ടുണ്ട് ചെയ്ത് നോക്കി അങ്ങനെല്ലാം വേണ്ട. ഒരു എഴുതാൻ മടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് സ്നേഹം തന്നാൽ മതി, ലൈക്ക് തരിക. അപ്പൊ നമ്മളത് ഇങ്ങനെ ഇതാവുമല്ലോ. പിന്നെ എനിക്ക് ചിലവരിപ്പം എന്നെ അറിയപ്പെടാൻ കാണാൻ തുടങ്ങിയപ്പോ എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോ മൈജി പോയപ്പോ ഒരു കുഞ്ഞുമാവ അങ്ങനെ കാണുന്ന കുറപ്പോ യൂട്യൂബ് ഞാൻ പറഞ്ഞു എനിക്കൊരു ചാനലുണ്ട് ഷബാനാസ് കിച്ചൺ. അപ്പൊ ഞങ്ങൾ കാണണ്ട. അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ, സത്യം പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ല. പറഞ്ഞാൽ കാരണം അവര് ഏതെങ്കിലും ഷബാനാസ് കിച്ചൺ ആയിരിക്കും നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള. നോക്കുമ്പോ എന്റെ ചാനലെടുത്ത് കാണിച്ചു തന്നപ്പോ ഇരിക്കും മനസ്സിൽ ലഡു പൊട്ടി. അപ്പൊ ഇത്ര പറയാനുള്ള പായസം വരൂ. പായസം കറക്റ്റ് ആയിട്ടാ. അപ്പൊ നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ വെച്ചാ. കണ്ട കറക്റ്റ് ആയി കുറുകിയ നല്ലതല്ല. ഈ ടെസ്റ്റ് ലൂസ് ആവാനും പാടില്ല, ഇതാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പായസം സേമിയ നല്ല വെന്ത് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അളവ് എനിക്കുണ്ട്, ആ അളവിൽ മധുരം ഇടുന്നുണ്ട്. കൂടണ്ട, കുറഞ്ഞാലും കൂടണ്ട. പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറച്ച് കൂടുതലിടാലോ. പിന്നെ അതുപോലെ ഉപ്പ് ഇതേപോലെ അളവ്. ഉപ്പ് പായസത്തിലല്ല, പാചകം ചെയ്യണൊരു നമുക്ക് ഉപ്പിനും ഒക്കെ കാര്യം ഉപ്പ് ഓയില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മെഷർമെന്റ് വേണം. ഇതിന് നമുക്കൊരു ഏകദേശം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ കഥ പറഞ്ഞ പായസം ഇതിനിപ്പോ പഞ്ചസാര ഇടുമ്പോ ഒന്നും കൂടി പഞ്ചസാരയും കൂടി മധുരം നോക്കിയിട്ട് യൂസ് ആയിക്കൊണ്ടിരിക്കണ്. അതൊക്കെ കുറേ ടിപ്സുകൾ അങ്ങനെ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇത്ര കാലം നമ്മളാ വീട് ബ്രൈറ്റും ഇല്ല, 2K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വന്നില്ലേ. ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് കൂടുണ്ട്, വാച്ചിങ് ടൈം കൂടുണ്ട്. ഞാൻ കയ്യിൽ തന്നെ നോക്കിയിട്ട് മധുരം നോക്കിയപ്പോൾ മധുരം കുറവുണ്ട്. ഇവിടെ എൻ്റെ ടവല്
അപ്പോൾ ഇത് നമ്മൾ മധുരം അതെനിക്ക് ഇടുമ്പോഴേ മനസ്സിലായി. ഇത് കുറച്ചും കൂടി വീഡിയോയ്ക്ക് വേണ്ടി ഇടുമ്പോഴൊക്കെ വീഡിയോ പഞ്ചസാര ഇട്ടു. അതേക്കാൻ ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര ഇതാകുമ്പോൾ ഇതൊക്കെ ഒരു ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇറക്കി വെക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ നമ്മള് ഇല്ല അല്ല ഈ ടെസ്റ്ററിൽ കുറുകില്ല മച്ചാ തിക്കില് ഇപ്പൊ ഇത് കണ്ടത് കണ്ട പാല് വേറെ സേമിയ വേറെ നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളതേ പിന്നെ എന്താ വിട്ടുപോയി. പിന്നെ ഈ പായസത്തിൽ നമ്മൾ മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, വെള്ളവും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പറയുമോ അതിൻ്റെതായൊരു പാല് കുറുക്കിയെടുത്തണല്ലോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അത്യാവശ്യം കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒക്കെ അതിൻ്റെ റെസിപ്പിയൊക്കെ നേടാം. കണ്ടാൽ വെച്ചാൽ ഞാൻ നാച്ചുറലായിട്ട് വെച്ചിരിക്കുന്നത് ഒരു വേസ്റ്റ് ബോട്ടിൽ എടുത്തിട്ട് നാച്ചുറലായി വെച്ച് കണ്ടോ. എൻ്റെ മോൻ ചെയ്തെന്നാണ്, ആശുമോൻ ചെയ്തെന്നാണ്. ഇതിങ്ങനെ ആയിട്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ എപ്പോഴും വലിയ ചാനലുകളിൽ വലിയ കേട്ടോ അങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ അവർ വന്നു വലിയ ചാനലല്ല വലിയ വീഡിയോ അത് സംഭവം. അപ്പൊ പറഞ്ഞ സർപ്രൈസ് ഞാൻ അവരെന്നെ അങ്ങനെ വിചാരിക്കുള്ളൂ. ഇത് വളരെ റീസണബിളായിട്ട് അവർ ഇങ്ങനെ ഒരു വേണം ചോദിച്ചപ്പോൾ ഒരു 500-600 വേണ്ട മോനെ എനിക്ക് ഈ ഒരു 50 രൂപയുടെ സാധനം മതിയിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടത്. ഞാൻ അത്രയും പറയാൻ കാരണം എന്താ പറയുക, ഇതേപോലെ കുറേ പേർക്ക് യൂട്യൂബിൽ നല്ലൊരു ഇതിൽ കാണിക്കണം എന്ന് ആഗ്രഹം. വലിയ വീടൊക്കെ ഇങ്ങനെ ആയിട്ട് അവർ നല്ല ഇതിലൊക്കെ കാണിക്കുമ്പോൾ സാധാരണ യൂട്യൂബേഴ്സിന് അതേ ഇതിൽ കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പം ഞാൻ ഉള്ള സ്പേസിൽ ഇങ്ങനെ ചെയ്തില്ലേ, അതേപോലെ നിങ്ങളും എല്ലാ യൂട്യൂബേഴ്സും സന്തോഷങ്ങൾ ഇനി ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ഇത്തിരി വൃത്തിയാവല്ലോ അല്ലേ. 2 ട്യൂബൊക്കെ ഇട്ടു. ഇനി നമ്മളൊരു സർപ്രൈസ് കാണിച്ചു കൊടുത്തില്ല വെച്ചാൽ നമ്മുടെ അണ്ണാരക്കണ്ണൻ അപ്പുറത്ത് വരും ഇപ്പുറത്തും വരും കേട്ടാ. അത് ഞാൻ തുറക്കട്ടെ കേട്ടാ. കണ്ട് ഞാൻ എപ്പോഴും പറയാറില്ല, ഞങ്ങളിപ്പോൾ ടൗണിലിരുന്നാലും ഒരു പരിസരമൊക്കെ ഒരു നല്ലൊരു പ്രകൃതി രമണീയാണെന്നൊക്കെ പറയാറില്ലേ. അതാണ് കേട്ടാ. കണ്ട ഇവിടെ കണ്ണാരക്കണ്ണൻ വരും, ഒക്കെ വരും. അപ്പോൾ നമ്മുടെ വീഡിയോസ് വൈൻഡപ്പായ എന്ത് ഭംഗിയാ. പായസം ഏകദേശം കണ്ട. ഇപ്പൊ നമ്മള് ഇത്ര നേരം ആ ഡോർ തുറന്നില്ല കണ്ട. അങ്ങനെ നമ്മള് പുറമേന്ന് ഇങ്ങനെ നോക്കി എന്ത് ഭംഗിയാ നോക്കി ആ പായസത്തിലേക്കും നോക്കും. ആഹാ നമ്മള് ശരിക്കും നേരത്തെ നല്ല മഴ പെയ്ത സമയത്ത് അടിപൊളി നല്ല വൈബായിരുന്നു കേട്ടാ. ഇനി നമുക്ക് ഇങ്ങനെ പാചകമൊക്കെ ഇവിടെ ഇങ്ങനെ വൈബോടെ ഫ്ലാറ്റിൽ ഇത്ര ഭംഗിയുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഫ്ലാറ്റിൽ മൂന്നാമത്തെ നിലയില് അപ്പൊ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് ഇനി അരാജകത്തായി തോന്നില്ല. അപ്പൊ നമ്മള് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. വെള്ളം നല്ല ഫ്രഷ് ഇതൊന്നും തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. കൊളസ്ട്രോൾ ഇതൊക്കെ നോക്കിയിട്ട് വരേണ്ടത് വഴി തങ്ങില്ല കൊളസ്ട്രോൾ. അതെ. പിന്നെ പറയാനുള്ളത് നമ്മളെല്ലാവരും ഒരു പാചകം ചെയ്യണവരോ എല്ലാവരും തയ്യാറല്ല. അപ്പൊ എല്ലാവർക്കും സാധാരണ ഒന്നും അറിയാത്തവരെ നമുക്ക് ചില ടിപ്സുകൾ കിട്ടും. അപ്പൊ അതൊക്കെ ഞാൻ ശേഖരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് എന്താ പറയാൻ കാരണം അറിയാം, നമ്മളൊരു സ്ഥലത്ത് ഇതേപോലെ സേമി പായസം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിറയെ കണ്ട കുറെ പാത്രം ബോളുകൾ ഇങ്ങനെ എടുത്തതിൻ്റെ ഇതൊക്കെ ആയിരുന്നു ആഗ്രഹങ്ങള്. അപ്പൊ നമ്മള് ഇതേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ചൂടായിട്ടില്ല ഇനി അതെ ചൂടായിട്ടില്ല. വണ്ടിപ്പരിപ്പ് ഇട്ടു. നേരത്തെ പാല് കാച്ചു ഷീന്ന് സൗണ്ട് കേട്ടു. ഇത് വെക്കുമ്പോഴേക്കും ധൃതി കണ്ട എപ്പോഴും അത് നെഗറ്റീവ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളി മാന്യ മഹാജനങ്ങളെ ശ്രദ്ധിച്ചോളി. നമ്മുടെ സ്റ്റുഡിയോ നല്ല വരണൊക്കെ ഉണ്ടാവും. എന്തെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് വന്നു നമ്മുടെ സൗണ്ട് കേൾക്കണ്ട. ഇപ്പോഴാണ് നട്ട്സ് ഗോൾഡൻ കളറായി ബ്രൗൺ
ഗോൾഡൻ കളറായി. പിന്നെ നമ്മൾ ഏലക്ക പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മിക്സി ശരിയാക്കാൻ കൊടുത്തു. പക്ഷെ റാഷിമോന് ഒരു ഗിഫ്റ്റ് കിട്ടിയ മിക്സി ഉണ്ട്, വേണ്ട വെറുതെ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 ചതച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുത്തു. അതാ നമ്മുടെ ഇത് കരിയാറായി. ഇതേ നമ്മുടെ ഇട്ടു. ഇങ്ങനെയൊക്കെ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ കഴിക്കണം. ലാസ്റ്റ് സൗണ്ട് വരണം. ഇതാണ് ശരിക്കും നമ്മൾ ഇതിനു മുമ്പ് ഈ ഇങ്ങനെ ബലൂൺ പോലെ ആവും. നല്ല ഇതുണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ചെയ്യുമ്പോ കൈവഴക്കം കിട്ടുന്നുണ്ട്. ഇതിന് ക്രെഡിറ്റ് പോയി ആർക്കാ? എല്ലാം ചെയ്തു കേട്ടാ. പക്ഷെ അങ്ങനെയെല്ലാം ഞാൻ സമ്മതിക്കില്ല, എന്നച്ഛന് സഹായം ഉണ്ട് കേട്ടാ. ഷബാനി ഇല്ലെങ്കിൽ വഹാബില്ല, വഹാബില്ലെങ്കിൽ ഷബാനി ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പ്രത്യേകം പറയണേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നു നമ്മുടെ ഉയർച്ചയും താഴ്ചയല്ല റബ്ബിൻ്റെ കയ്യിലിട്ടാ ഉള്ളവേ. അപ്പോൾ നമുക്ക് എന്ത് ഓഫ് ആക്കട്ടെ. നല്ല അടുപ്പാണ് കേട്ടോ കിട്ടിയത്. അത് വളരെ റീസണബിൾ ആയിട്ടുണ്ട്. കമൻറ്റിലൂടെ ചോദിക്കാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇല്ല മച്ചാ, വളരെ റീസണബിളായിട്ടുള്ള അടുപ്പാണ് കിട്ടിയത്. എനിക്ക് ലക്കിയിൽ കിട്ടിയതാണ്. കുഞ്ഞു സാധനങ്ങൾ ആഗ്രഹിച്ച് എന്താ ഭംഗി. നമ്മുടെ സൂം ചെയ്യൂ, സൂം ചെയ്യില്ല, അങ്ങനെ കാണിച്ചാൽ മതി. അങ്ങനെ നമ്മൾ വെള്ളത്തിക്ക് അടിച്ചാണ് കേട്ടോ ക്യാമറയായിട്ട്. അപ്പോ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ സെർവ് ചെയ്യേണ്ട കൈപോളൂ. അപ്പൊ നമ്മുടെ പായസം റെഡി ആയി. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഷബാനാസ് കിച്ചന്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണ്ട. ഓക്കെ വേണ്ട. നല്ല നല്ല റെസിപ്പികളായിട്ട് വരും കേട്ടോ. നമ്മളെ എല്ലാരും പോലെ ഉരുളിയില് പായസം ഉണ്ടാക്കുന്നത്. ഉരുളിയില് സെർവ് ചെയ്യാം. പായസം വിളമ്പാം, പാചകം ചെയ്യാം. എന്താ ചെയ്യാ? എന്താ ഭംഗി. കുഞ്ഞു സ്പൂൺ എടുക്കും. കുഞ്ഞു സ്പൂൺ വേണം. കുഞ്ഞു സ്പൂണ് ഇതേ നെയ്ക്കിട്ട സ്പൂണാണ്. അപ്പൊ നെയ്തില് ഇങ്ങനെ തന്നെ അടുത്ത് നമ്മൾ സെറ്റായി വരുന്നല്ലോ. അപ്പൊ അത് ഫസ്റ്റ് ഒരു വീട് തുടക്കാകുമ്പോ കണ്ട നന്നായിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയിൽ ആ നട്ട്സും ഗ്രേപ്സും എടുക്കും. നെയ്യുടെ അംശവും കാര്യങ്ങളൊക്കെ. നെയ്യുടെ അംശം വരാൻ കാരണം നെയ്യിൽ ഞാൻ ടിന്നില് ഇതിൽ കൊള്ളില്ല. അപ്പൊ ഞാൻ കുഞ്ഞത് ടീസ്പൂൺ ഇട്ട് വെച്ചാണ്. നിങ്ങൾ അങ്ങനെ നെയ്യിന് അംശം ഒപ്പിക്കണ്ട. പിന്നെ നെയ്യല്ലേ കൂടിയാലും കൂടുതലായിട്ട് കുറച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷബാന ഒന്ന് ഹായ് പറയൂ. അപ്പോൾ മഴ പെയ്തും തോർന്നു. മോന്ന് പഠിച്ചു. അപ്പൊ പറയാനുള്ള ഹാപ്പി. എനിക്ക് പ്രത്യേകം പറഞ്ഞ ലൈക്ക് തരണം. പിന്നെ കമന്റ് ചെയ്യുന്ന മടിയുള്ളവര് മടിച്ചിക്കോതി മടിയന്മാരാന്നൊക്കെ അറിയാം. പിന്നെ ചെറുപ്പം പിള്ളേരെ കാണുമ്പോ ജെൻസിലെന്നെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടാ. എന്താ വീഡിയോ വന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ അതൊക്കെ പ്രചോദനം കേട്ടോ ഇങ്ങനെ എടുക്കാൻ. പിന്നെ നമുക്ക് കാണിക്കും എത്ര പേര് കണ്ടത്. നമുക്ക് സ്റ്റുഡിയോ പോയി നോക്കി അറിയാൻ പറ്റും. ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്, അതിൽ പോയി നോക്കിയാൽ നമുക്ക് ആരൊക്കെയാണ് നന്നായി കണ്ടുപിടിക്കും. യൂട്യൂബ് സ്റ്റുഡിയോ അതിൽ പോയി കാണാം ആരൊക്കെ എത്ര പേര് കണ്ടു നല്ലതിൽ കാണുന്നുള്ളത്. അപ്പോ അല്ല അങ്ങനെയല്ല, ബെല്ലടിച്ചായിരുന്നു മനസ്സിലായോ? അത് ഗൾഫിലേക്ക് അത് ഫോൺ വിളിച്ചപ്പോ കിട്ടിയില്ല. ഇത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്കായിരുന്നേ. അതുകൊണ്ട് ഫോൺ വിളിച്ചപ്പോ അവര് അന്വേഷിച്ച് വന്ന് വീഡിയോ ഒന്ന് ബെല്ലടിച്ചിട്ട് അപ്പൊ ഈ ഉണ്ണിയപ്പം ഗൾഫിലേക്ക് നെഗി ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാൻ വേണ്ടി മകന് കൊടുത്തു വിടാൻ വേണ്ടിട്ടാണ്. 25 ഉണ്ണിയപ്പം കാലത്ത് ഉണ്ടാക്കിയില്ലല്ലോ. ഓണം ക്രിസ്മസ് അല്ല നബിദിനായിട്ട് കുറച്ചല്ലേ ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ കാര്യമായിട്ട് ഉണ്ടാക്കില്ല. അപ്പൊ ഇന്നിപ്പോ 25 ഉണ്ണിയപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉണ്ടാക്കാൻ. പിന്നെ എല്ലാരും പറയും ഡ്രസ്സിങ് ഒക്കെ നന്നായി ചെയ്ത് തരണം ഇതിലൊക്കെ പറയും. എനിക്ക് ഇതിൻ്റെ ഇടയിൽ എവിടെ സമയം. അപ്പൊ ഇന്ന് ഞാൻ നല്ല ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സിങ്
പക്ഷെ എന്റെ പ്രൊഫഷൻ എന്താണെന്ന് എന്നെ അറിയണവർക്ക് അറിയാം. ഞാൻ കോസ്മെറ്റോളജി ആയിരുന്നു. 14 വർഷം സ്ഥാപനം നടത്തി. 1863 സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്ത് കുറച്ച് സ്റ്റുഡൻസ്, ആ സ്റ്റുഡൻസുകളൊക്കെ ഇന്ന് നല്ലൊരു മേക്ക് ഓവർ ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഓൾ കേരള ബേസിൽ അവര് നല്ലൊരു എന്താ പറയാ അസോസിയേഷൻ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര നല്ല അപ്പൊ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് മേക്കപ്പ് അറിയാ, അത് നല്ല നമ്മള് മേക്കപ്പ് എന്റെ അന്നത്തെ ഒരു ഇത് 14 വർഷം സ്ഥാപനം പാർലർ ഉണ്ടായിരുന്നല്ലോ. എത്രയോ 500 മേക്കപ്പ് ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് കയറി ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യണം. അങ്ങനെ അന്ന് എനിക്ക് വലിയ വലിയ നല്ല ടീമുകളായിരുന്നു വന്നിരുന്നത്. അപ്പൊ എനിക്ക് എന്നെ ഞാൻ അന്ന് സിമ്പിൾ ആയിരുന്നു. അപ്പൊ സിമ്പിൾ ആയപ്പോ ഞാൻ ആലോചിക്കാറുണ്ട് അപ്പൊ സിമ്പിളായിട്ട്. അപ്പൊ അവര് വലിയ 5 മേക്കപ്പ് ഒക്കെ ഒരാളുടെ തന്നെ അന്നത്തെ 14 വർഷം മുന്നേ 60,000 70,000 രൂപയുടെ ഇതൊക്കെയായിരുന്നു മേക്കപ്പ് ഒക്കെ എനിക്ക് വന്ന്. അങ്ങനെയൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടു. വലിയ വലിയ ടീമുകൾ. അപ്പോൾ വലിയ വലിയ ടീമുകളാണ്. ടീം പറഞ്ഞ വ്യക്തികൾ. എൻ്റെ പാർലർ വന്ന് AC ഇല്ല, ഒന്നുമില്ല. എന്നിട്ടും എന്നെ അംഗീകരിച്ചിട്ട് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഇതാക്കി അങ്ങനെ ഫുഡിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഫുഡിനോട് താല്പര്യം, അങ്ങനെ ഹോം മെയ്ഡായിട്ട് ഫുഡുകൾ ചെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്നുട്ടാ. ഫുഡുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം മേക്കപ്പ് ചെയ്യാൻ അറിയാതെ. പിന്നെ എൻ്റെ ഇപ്പോൾ ഫേസ് വാല്യൂ മാറിയിട്ടുണ്ടോ? കാരണം ഏജായി, നമുക്ക് ഒന്നും ചെയ്യാനുള്ള താല്പര്യം ഇല്ലാതെയായി. നല്ല മഴ നിങ്ങൾക്ക് എങ്ങനെ നല്ലത്. അപ്പൊ നമുക്ക് അതിന് വർപ്പിക്കണ്ട. ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അത് ഹൈലൈറ്റ് ആയിരിക്കും. പല്ല് കാണുമ്പോൾ അതാണ് എൻ്റെ ഹൈലൈറ്റ് അല്ലേ. നിങ്ങളുടെ കോമ്പിനേഷൻ, ഞങ്ങളുടെ കോമ്പിനേഷനും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ തല പൊന്തിരിക്കുന്നത് അവളുടെ തല ബാക്കിൽ കൂടെ എനിക്കങ്ങനെ പറ്റില്ല. എൻ്റെ നാച്ചുറാലിറ്റി കേട്ടോ. ബൈ.